ഹലോ, വെൽക്കം ബാക്ക് ടു അതേഴ്സ് വ്ളോഗ്സ്. അപ്പോൾ നമ്മൾ ഇന്ന് ഒരു ഗേൾസ് ട്രിപ്പ് പോവാണ്. ഗേൾസ് ട്രിപ്പ് അല്ല, സിസ്റ്റേഴ്സ് ട്രിപ്പ്. കോഴിക്കോടേക്കാണ് പോണത്. ആക്ച്വലി അഗിയൊന്നുമില്ല, ഞാൻ ലുട്ടു അപർണയാണ് പോണത്. ഒരു വൺ ഡേ ട്രിപ്പ്. സൺഡേ അല്ലേ, വീട്ടിലിങ്ങനെ ഇരുന്നിരുന്ന് ഞങ്ങൾക്ക് ഒന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഒന്ന് കോഴിക്കോട് അടുത്തായതുകൊണ്ട് കോഴിക്കോട് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ നമുക്കൊന്ന് കോഴിക്കോട് കറങ്ങിയിട്ട് വരാം. കുറേ സ്ഥലങ്ങളൊന്നും കാണാൻ പറ്റില്ല, കുറച്ച് സ്ഥലങ്ങൾ നമ്മൾ വിചാരിച്ച് വെച്ചിട്ടുണ്ട്, അവിടേക്ക് ഒന്ന് പോകണം എന്ന്, അത്രയേ ഉള്ളൂ. പിന്നെ കുറച്ച് ഫുഡൊക്കെ ട്രൈ ചെയ്യുക അല്ലേ ലുട്ടു? യെസ്. അപ്പം നമുക്ക് കോഴിക്കോട് പോവാം. അങ്ങനെ ഒരു 6:00 കൂടിയിട്ടാണ് വീട്ടിൽ നിന്ന് ഇറങ്ങിയത്. സ്കൂട്ടറിലായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് വന്നത്. നല്ല മഞ്ഞായിരുന്നു. അങ്ങനെ തൽപ്പറമ്പ് നമ്മൾ സ്കൂട്ടർ വെച്ച് നേരെ KSRTC പിടിച്ച് എത്തിയതും വണ്ടി കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞങ്ങൾ നേരെ അടുത്ത റെയിൽവേ സ്റ്റേഷനിലേക്കാണ്, കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിലേക്ക്. സ്റ്റേഷൻ്റെ തൊട്ട് മുമ്പിൽ വണ്ടി നിർത്തിയില്ല, കുറച്ച് ബാക്കിലേക്കാണ് നിർത്തിയത്. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി ഒരു 2-3 മിനിറ്റ്സ് വോക്ക് ഉണ്ടായിരുന്നു സ്റ്റേഷനിലേക്ക്. രാവിലെ ആയതുകൊണ്ട് തന്നെ ആളുകളൊന്നും അധികം ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ സ്റ്റേഷനിലെത്തി. ഏത് ട്രെയിനിലാണ് പോകേണ്ടതെന്ന് പോലും ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരുന്നില്ല. അവിടെ ചെന്ന് നോക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും അടുത്താണ്, അധികം ദൂരമൊന്നുമില്ല, ഒരു 1.5 മണിക്കൂർ കൊണ്ട് നമ്മളെത്തും. അപ്പോൾ ഏത് ട്രെയിനാണെങ്കിലും നമുക്ക് കയറാം, ജനറലാണ് വിചാരിച്ചത്. അങ്ങനെ ചെന്നു, നമ്മൾ ടിക്കറ്റ്സ് എടുത്തു. അത് വലിയ തിരക്കൊന്നും സ്റ്റേഷനിലില്ല. പിന്നെ സൺഡേ ആയതുകൊണ്ട് പൊതുവേ ട്രെയിനിൽ തിരക്ക് കുറവായിരിക്കും നമുക്ക് പോകുമ്പോൾ. അങ്ങനെ നമുക്ക് ടിക്കറ്റൊക്കെ കിട്ടി. ഫസ്റ്റ് അവിടെ നിന്ന് എടുക്കുന്ന ട്രെയിനായിരുന്നു, ലൈക്ക് കണ്ണൂർ സ്റ്റേഷനിൽ നിന്ന് എടുക്കുന്ന ട്രെയിനായിരുന്നു. അപ്പോൾ അത് വരാൻ വേണ്ടി ഞങ്ങൾ വെയിറ്റ് ചെയ്തു. പ്ലാറ്റ്ഫോം 1ലാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്തത്. പക്ഷേ ഞങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ അവിടെ ഇരുന്നോർത്തായിരുന്നില്ല ട്രെയിൻ വന്നിരുന്നത്, വേറെ സ്ഥലത്തായിരുന്നു. അങ്ങനെ ഞങ്ങൾ അങ്ങോട്ട് പോയി. അങ്ങനെ ഞങ്ങൾ ട്രെയിനിൽ കയറി കേട്ടോ. വലിയ തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല, അത്യാവശ്യം നമുക്ക് സീറ്റ് ഉണ്ടായിരുന്നു. പിന്നെ എനിക്ക് വിൻഡോ സൈഡ് തന്നെ കിട്ടി. ട്രെയിനിലാവുമ്പോൾ വിൻഡോ സൈഡിന് വലിയൊരിതില്ല, എന്നാലും എനിക്കിഷ്ടമാണ് വിൻഡോ സൈഡിലിരിക്കാനായിട്ട്. അങ്ങനെ രാവിലെ നേരത്തെ വീട്ടിൽ നിന്ന് പോകുന്ന കാരണം ചെറിയ രീതിയിൽ തന്നെ വിശക്ക് തുടങ്ങിയിട്ടുണ്ടായിരുന്നു ലുട്ടുവിന്. അപ്പോൾ ഇപ്പോഴേ നമുക്ക് വിശപ്പ് മാറ്റി പോകാമെന്ന് വിചാരിച്ചിട്ട് ഉഴുന്നോടെ ഞാൻ വാങ്ങിയിട്ടോ, കൊണ്ടുവരുന്നതാണ് ട്രെയിനിൽ. രാവിലെ ആയതുകൊണ്ട് തന്നെ ഫ്രഷ് ആയിരിക്കുമെന്ന് ഞാൻ മനസ്സിൽ വിചാരിച്ചു. അങ്ങനെ ഉഴുന്നോടെ വാങ്ങിയാകുമ്പോൾ പറഞ്ഞു അവന് ഇഷ്ടപ്പെട്ടു എന്ന്. കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനും ഒരു കഷ്ണം 2 കഷ്ണം കഴിച്ച് നോക്കി. എനിക്ക് അത്രയ്ക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല. അവന് പിന്നെ ഉഴുന്നുവട ഇഷ്ടമാണ് ലുട്ടുവിന്. അപ്പോൾ അവനിഷ്ടമായി. ചമ്മന്തിയൊക്കെ കൂട്ടിയിട്ട് അവൻ കഴിച്ചു. സംഭവം എനിക്ക് ഇച്ചിരി ടെൻഷനാണ് ഈ ട്രെയിനിൽ നിന്നുള്ള ഫുഡ് വാങ്ങിച്ചു കൊടുക്കാൻ. പക്ഷേ നിർത്തിയില്ല. ഞാൻ കൊണ്ടുവന്നതാണെങ്കിൽ ബിസ്ക്കറ്റായിരുന്നു. അവൻ ഉഴുന്നുവട കണ്ടപ്പോൾ അത് വേണമെന്ന് പറഞ്ഞ് വാശി പിടിക്കുകയും ചെയ്തു. അപ്പം എന്നാൽ വാങ്ങിക്കൊടുത്തു. വല്ലപ്പോഴും അങ്ങനത്തെ പറ്റാത്ത ഫുഡിന് മാത്രമേ അവൻ വാശി പിടിക്കാറുള്ളൂ. അങ്ങനെ 7:45 കൂടി വണ്ടി എടുത്തു കേട്ടോ. ഇനി അവിടെ നിന്ന് അങ്ങോട്ട് കുറേ വ്യൂ നമുക്കിങ്ങനെ കാണാം. എനിക്ക് ഇഷ്ടം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ട്രെയിനിലും നമ്മൾ കാറിൽ നോർമൽ പോകുമ്പോൾ തന്നെ വണ്ടിയിലിരുന്ന് വ്യൂ കാണാൻ ഭയങ്കര ഇഷ്ടമാണ്. അത് ഇറങ്ങിപ്പോയി കാണുന്നതിനേക്കാളും ഇഷ്ടമാണ് ഓൺ ദ വേയിൽ ഇങ്ങനെ വ്യൂ ഇങ്ങനെ കാണുന്നത്. പ്രത്യേകിച്ച് ട്രെയിനിലാവുമ്പോൾ നമുക്ക് കുറച്ചധികം വ്യൂ ഇങ്ങനെ കാണാൻ പറ്റും. കുറേ പുഴകൾ ഇങ്ങനെ കാണാൻ പറ്റും, പാടങ്ങൾ കാണാൻ പറ്റും. നമ്മൾ ട്രാക്ക് അങ്ങനെയാണല്ലോ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെ ഒരു പുഴ നമുക്ക് പോയിട്ട് കുറച്ച് ദൂരത്തിന് തന്നെ എത്തിയപ്പോൾ ഇങ്ങനെ ഒരു പുഴ കിട്ടിയിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ടായിരുന്നു. അതിങ്ങനെ കാണുമ്പോൾ ലുട്ടുവാണ്, നോക്കാമ്മ പുഴ എന്നൊക്കെ പറഞ്ഞെനിക്ക് കാണിച്ചു തന്നു. അങ്ങനെ 8:30 കൂടി നേരത്തെ എത്തി വണ്ടി. ആക്ച്വലി ഷൊർണൂർ വരെ പോണ വണ്ടിയാണത്. നേരത്തെ എത്തിയിട്ട് ഞങ്ങൾ 9 മണി എക്സ്പെക്റ്റ് ചെയ്തായിരുന്നു. പക്ഷേ 8:30 കൂടി തന്നെ വണ്ടി എത്തി. നമ്മൾ കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിലെത്തി. ഞാൻ ട്രെയിനിൽ കോഴിക്കോട് ഫസ്റ്റാണ് വരുന്നത് കേട്ടോ. അങ്ങനെ പക്ഷേ കോഴിക്കോട് ഇച്ചിരി തിരക്കുണ്ടായിരുന്നു, കണ്ണൂരിനേക്കാളും കൂടുതൽ തിരക്കുണ്ടായിരുന്നു കേട്ടോ കോഴിക്കോട്. പിന്നെ ഇവിടെ ഞങ്ങളുടെ ഒരു ബ്രദറുണ്ട്, അവനിവിടെ പഠിക്കുകയാണ്. അപ്പം നമ്മൾ വരുന്നു പറഞ്ഞപ്പോൾ തന്നെ അവൻ ഇന്നലെ തന്നെ വിളിച്ച് പറഞ്ഞായിരുന്നു ഞങ്ങൾ വരുന്നുണ്ടെന്ന്. അപ്പോൾ അവനും ഇവിടുന്ന് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അവൻ സ്റ്റേഷനിൽ വരാമെന്നാണ് പറഞ്ഞത്. പക്ഷെ ഞങ്ങൾ നേരത്തെ എത്തിയ കാരണം അവനിവിടെ വന്നില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകുന്നുണ്ട്, അവിടുന്ന് ജോയിൻ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ തീരുമാനിച്ചത് പാരഗണിയിൽ നിന്നാണ് കേട്ടോ. പാരഗണിയിൽ നിന്ന് മുൻകൂട്ടി ഫിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. വെള്ളയപ്പം സ്റ്റൂ ആണ് കഴിക്കണത്. അതൊക്കെ ഫിക്സ് ചെയ്തിട്ടാണ് വന്നത് കേട്ടോ. അതുമാണ് ആകെ കൂടി ഫിക്സ് ചെയ്ത് വന്നിട്ടുള്ളൊരു കാര്യം ഉണ്ടായിരുന്നത്. ഞാൻ പിന്നെ ഓൺ ദ വേയിൽ ഓൺ വോയിസ് ചെയ്താൽ നോക്കി, പക്ഷേ ഒരു രക്ഷയില്ല. വോയിസ്
ഒട്ടും ക്ലിയർ ആവുന്ന പോലെ എനിക്ക് തോന്നിയില്ല. അപ്പം ഞാൻ അതാണ് അത് എയർ ചെയ്യാതെ ഇങ്ങനെ ഞാൻ വോയിസ് ഓവർ ചെയ്യാൻ തന്നെ വിചാരിച്ചത് തന്നെ. അങ്ങനെ ഞങ്ങൾ നടന്നിട്ടാണ് പാരഗൺ, അതായത് ഓട്ടോ വിളിച്ചായിരുന്നു. ഓട്ടോ വിളിച്ചപ്പോൾ ചേട്ടൻ പാരഗണാന്ന് പറഞ്ഞപ്പോൾ പോയി. അതെന്താണെന്ന് മനസ്സിലായില്ല. അപ്പോൾ ചിലപ്പോൾ അടുത്തായിരിക്കും, അതുകൊണ്ടാവുക ചേട്ടൻ പോയിട്ടുണ്ടാവുക എന്ന് വിചാരിച്ചു. നമുക്കത് വലിയ പിടിയില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ മാപ്പിൽ നോക്കിയപ്പോൾ 4 മിനിറ്റ്സേ കാണിക്കണുള്ളൂ. അപ്പം ഞങ്ങൾ നടന്നു. പക്ഷേ അതൊരു അബദ്ധമായിരുന്നു. 4 മിനിറ്റ്സ് കാറിലായിരിക്കും, നടക്കുമ്പോൾ നല്ല മിനിറ്റ്സ് വരും. അങ്ങനെ ലുട്ടു കാല് വേദനിക്കണമെന്ന് പറഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓട്ടോ വിളിച്ചു. കാരണം ഇപ്പോഴേ അവനെ കൊണ്ട് കാലുവേദന എടുപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് കഴിയുമ്പോഴേക്കും അവൻ ആകെ പ്രശ്നമാക്കും. അങ്ങനെ ഞങ്ങൾ ഓട്ടോ വിളിച്ചു, നേരെ പാരഗണിലെത്തി. പാരഗണിൽ വിചാരിച്ച പോലെ തന്നെ നല്ല തിരക്കുണ്ടായിരുന്നു. സൺഡേ ആയതുകൊണ്ട് എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റ് പാരഗണിൽ നിന്നാണ് കഴിക്കണമെന്ന് അമ്മാതിരി തിരക്കുണ്ടായിരുന്നു. അപ്പം ഞങ്ങൾ എന്നത്തെയും പോലെ, സംഭവം ഞങ്ങൾക്ക് ശീലമാണ്, എന്നത്തെയും പോലെ ഞങ്ങൾ പേരും കൊടുത്ത് അവിടെ വെയിറ്റ് ചെയ്തിരുന്നു. പക്ഷേ എന്താണെന്നറിയില്ല, 4 ആളുടെ സീറ്റ് പെട്ടെന്ന് ഒഴിവായപ്പോൾ ഞങ്ങൾ വേഗം വിളിച്ചു കേട്ടോ. വലിയൊരു വെയിറ്റിംഗ് വേണ്ടി വന്നില്ല. പക്ഷേ ഇവിടെ ഫുഡ് ഓർഡർ ചെയ്യാൻ ഞങ്ങൾക്കൊരു കൺഫ്യൂഷനേ ഉണ്ടായിരുന്നില്ല. ആ ചേട്ടൻ്റെ മുഖത്ത് നോക്കി വെള്ളയപ്പം സ്റ്റൂവും, ആ ചേട്ടൻ യൂഷ്വൽ എന്ന് പറഞ്ഞിട്ട് ചേട്ടൻ പോയി. അങ്ങനെ ഇതാണ് എൻ്റെ ഈ ബ്രദർ. അവനെ നമ്മൾ അവിടുന്ന് പാരഗണിലേക്ക് അവൻ വന്നു. അങ്ങനെ ഞങ്ങൾ ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തു. നല്ല തിരക്കായിരുന്നു കേട്ടോ. അത്യാവശ്യം എല്ലാ സീറ്റും ഫില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾ കുറച്ച് വർത്താനമൊക്കെ പറഞ്ഞു. അവനെ കണ്ടിട്ട് കുറേ നാളായിരുന്നു. അപ്പോൾ വർത്താനമൊക്കെ പറഞ്ഞ് ഞങ്ങൾ ഫുഡ് ഓർഡർ ചെയ്ത് വന്നു. ഇതിൻ്റെ കൂടെ ഒരു ഫിഷ് കറി നല്ല ഫേമസ് ആണ് ആക്ച്വലി രാവിലത്തെ. പക്ഷേ അത് ഞാൻ പറഞ്ഞില്ല, കാരണം ഓൾറെഡി ഇപ്പം തന്നെ നല്ല ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. വെച്ചാൽ ഫുഡ് വരാൻ ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ അതിൻ്റെ കൂടെ ഇനി ഫിഷ് കറിയും കൂടിയും പറഞ്ഞു കഴിഞ്ഞാൽ നേരം നല്ലോണം വൈകുമെന്ന് എനിക്ക് തോന്നി. അപ്പോൾ അതുകൊണ്ട് ഇപ്രാവശ്യം ഫിഷ് കറി ഞാൻ ഉപേക്ഷിച്ചു. വിഷമമുണ്ട്, എന്നാലും ഉപേക്ഷിക്കാതെ നിർത്തിയില്ല. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിച്ചു കേട്ടോ. നല്ലതായിരുന്നു, നല്ല അപ്പായിരുന്നു. ഒരാൾക്ക് 3 എണ്ണം എന്നുള്ളതാണ് അവരുടെ സെറ്റ്. അങ്ങനെ ലുട്ടു ഒന്നാ കഴിച്ചുള്ളൂ. ലുട്ടുവിന് വെള്ളയപ്പം അത്ര ഇഷ്ടമല്ല. ഇനി അത് എന്ത് തന്നെ ഫേമസാണ്, എത്ര തന്നെ സൂപ്പറാണെന്ന് നമ്മളെല്ലാവരും ഒരേപോലെ അടിപൊളിയാടാന്ന് പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. അവൻ വേണ്ടാന്ന് പറഞ്ഞാൽ അവന് വേണ്ട, അവൻ കഴിക്കത്തില്ല. കുറച്ച് ബുദ്ധിമുട്ടാണ് ഭക്ഷണം കഴിപ്പിക്കാൻ. അങ്ങനെ ഞാൻ അത്യാവശ്യം പേടിപ്പിച്ച് അവർ കഴിച്ചില്ലെങ്കിൽ ഇവിടെ നിർത്തും എന്നൊക്കെ പറഞ്ഞ് അത്യാവശ്യം അവനെക്കൊണ്ട് പറഞ്ഞ് പേടിപ്പിച്ച് കഴിപ്പിച്ചു. പക്ഷെ ഞങ്ങളുടെ ഒന്നും പ്ലേറ്റ്സ് കാലിയാവാൻ വലിയ താമസം വേണ്ടി വന്നില്ല. അതൊക്കെ പെട്ടെന്ന് കാലിയായിട്ടുണ്ടായിരുന്നു. പിന്നെ അവനെ കഴിപ്പിക്കാനായിരുന്നു ഒത്തിരി സമയമെടുത്തത്. നമ്മുടെ കൂടെ വന്ന ആൾക്കാരൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞങ്ങളിങ്ങനെ ഇരിക്കുമായിരുന്നു, മോനെ കഴിക്ക്. കാരണം ഇപ്പോൾ കഴിച്ചില്ലെങ്കിൽ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ ടയേർഡാവുമായിരുന്നു കേട്ടോ. അങ്ങനെ കഴിച്ച് ഞങ്ങൾ ഇറങ്ങി. അടുത്തത് നമ്മൾ പ്ലാൻ ചെയ്തിട്ടുള്ളത് മറ്റേ SM സ്ട്രീറ്റാണ്. അത് മിഠായിത്തെരുവിലേക്ക് പോകാൻ ഞങ്ങൾ പിന്നെയും നടക്കാൻ തന്നെ തീരുമാനിച്ചു. പക്ഷേ പിന്നെ എനിക്ക് തോന്നി വേണ്ട, എന്തിനു നടന്ന് വെറുതെ വെയ്യാണ്ടാവണം, എന്തായാലും SM സ്ട്രീറ്റിൽ ഈ തറ തൊട്ട് ആ തല വരെ നമ്മൾ നടക്കണം. അതുകൊണ്ട് ഞങ്ങൾ അതിന് ഓട്ടോ വിളിക്കാൻ വിചാരിച്ചു. അപ്പോൾ ആ പാരഗണിൽ നിന്ന് കുറച്ചങ്ങോട്ട് നീങ്ങിയിട്ട് ഒരു ഓവർ ബ്രിഡ്ജ് ഉണ്ട്, അവിടെ നിന്നാണ് ഞങ്ങൾ ഓട്ടോ വിളിച്ചത് കേട്ടോ. കോഴിക്കോട് കൂടുതൽ ഇങ്ങനത്തെ ഓട്ടോ കുറേ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് വിളിച്ച് നേരെ SM സ്ട്രീറ്റിലെത്തി. പിന്നെ അവിടെ നിന്ന് ഞങ്ങളുടെ ഒരു നടത്തമായിരുന്നു, മാരത്തോൺ നടത്തം. നല്ല രീതിയിൽ വെയിലുണ്ടായിരുന്നു. അപ്പം കൊണ്ടുവന്ന സൺസ്ക്രീനൊക്കെ മുഖത്ത് വാരിപ്പൊത്തി ഞങ്ങൾ 2ാമത് നടത്തം തുടങ്ങി. ഒരുപാട് സാധനങ്ങൾ വാങ്ങുക എന്നുള്ള പ്ലാനൊന്നും ഉണ്ടായിരുന്നില്ല. കാരണം നമ്മൾ വണ്ടിയിലല്ലാത്തതുകൊണ്ട് തന്നെ ഈ വാങ്ങിയ സാധനങ്ങളൊക്കെ പിടിച്ച് നടക്കുക എന്ന് പറഞ്ഞാൽ തന്നെ ഒരു ടാസ്ക്കാണ്. അപ്പോൾ ഒക്കെ നോക്കി, ഒരുവിധം കുറേ കടകളിലൊക്കെ നമ്മൾ കയറി ഇങ്ങനെ നോക്കി. പക്ഷേ എനിക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അത് വാങ്ങി അപ്പുറത്തും കൂടി അത് വാങ്ങാതെ അവിടെ വെച്ച് അപ്പുറത്തും കൂടി നോക്കി ഇപ്പുറത്തും കൂടി നോക്കി ഇപ്പുറത്തും കൂടി നോക്കി അങ്ങനെ കമ്പയർ ചെയ്ത് നോക്കി പിന്നെ വില കുറവുള്ളത് വാങ്ങുക, അത്ര ക്ഷമ എനിക്കില്ല. എനിക്ക് ആദ്യം എനിക്കിഷ്ടമായ അത് വാങ്ങണം. അതുകൊണ്ട് തന്നെ എനിക്ക് ഈ ചൂസി ആയിട്ട് ഷോപ്പ് ചെയ്യുന്ന സ്വഭാവം എനിക്കില്ല. അങ്ങനെ അതുകൊണ്ട് ഞാൻ ഒരു ടോപ്പോ ഒരു പാൻറ്റ് എടുത്തായിരുന്നു. പിന്നെ ചെരുപ്പ് ഞാൻ വാങ്ങണമെന്ന് ആദ്യമേ വിചാരിച്ചിരുന്നു. അപ്പോൾ ഞാൻ കടയിൽ കയറുമ്പോൾ ആ പയ്യൻ അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആളിനോട് പറഞ്ഞു, എന്നെ വ്ളോഗിൽ കിട്ടിയില്ലേ, നിങ്ങൾക്ക് അടിപൊളിയാവും എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ ചെരുപ്പ് കുറച്ച് നോക്കിയിട്ട് ഞാനൊരു ക്രോക്സാണ് ഇട്ടിട്ട് പോയായിരുന്നു. അപ്പോൾ അത് മാറ്റണം എന്ന് എനിക്കുണ്ടായിരുന്നു. എനിക്കുള്ള എൻ്റെ ഡെയിലി വെയർ സ്ലിപ്പറാണെങ്കിലും അല്ലെങ്കിൽ ഇങ്ങനെ പുറത്ത് പോകുന്ന കാഷ്വൽ വെയർ ഒരു സ്ലിപ്പർ ഉണ്ടായിരുന്നു, അതൊക്കെ പൊട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ഒരെണ്ണം വാങ്ങാൻ വേണ്ടി ഇങ്ങനെ നോക്കിയിരിക്കുമായിരുന്നു. ഇവിടെ തന്നെ വാങ്ങണം എന്നുണ്ടായിരുന്നില്ല,
പക്ഷേ ഇവിടെ എന്തായാലും ഇവിടെ ഞാൻ ഒരിക്കൽ വന്നപ്പോൾ കുറേ ചെരുപ്പിൻ്റെ ഷോപ്പ് കണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഇവിടുന്ന് വാങ്ങാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞാൻ ചേട്ടനോട് ഈ ബാർഗെയിനിങ് സ്കില്ല് നടത്തുകയാണ്. എനിക്കത്ര സ്കില്ലില്ല അതിൽ. അഗി ഉണ്ടായിരുന്നെങ്കിൽ പൊളിച്ചേനെ. അവന് ഭയങ്കര സ്കില്ലാണ് അതിൽ. എനിക്കത്ര സ്കില്ലില്ല. പക്ഷെ എന്നാലും ഞാൻ ആ ചോദിച്ചു നോക്കി. വലുതായിട്ടൊന്നും കുറച്ചല്ലോ, ഒരു 10-25 രൂപയൊക്കെ കുറച്ച് കിട്ടി. അങ്ങനെ പക്ഷെ അവർ എടുത്തു തന്നതൊന്നും എനിക്കിങ്ങനെ ഹെവി വർക്ക്, അതുപോലെ ഹീൽസ്, ഇതൊന്നും എനിക്കിഷ്ടമല്ല. ഫ്ലാറ്റ്, വെരി സിമ്പിൾ, അതാണ് എനിക്ക് പറ്റുള്ളൂ. കാരണം നമ്മളിങ്ങനെ എന്താ പറയുക, മാറ്റി മാറ്റി ഇടുന്ന ആളല്ല ഞാൻ. അതുകൊണ്ട് ഒരു ചെരുപ്പ് വാങ്ങി കഴിഞ്ഞാൽ അത് പൊട്ടുന്നത് വരെ അതാണ് എൻ്റെ ഒരു രീതി. അങ്ങനെ അത് ചെരുപ്പ് വാങ്ങി. അത് കഴിഞ്ഞിട്ട് നോക്കുമ്പോൾ ബെഡ്ഷീറ്റ് നോക്കിയായിരുന്നു. അതവിടെ കണ്ടു, ഞാൻ ജസ്റ്റ് നോക്കി. എല്ലാം ഇങ്ങനെ എത്ര 2 എണ്ണത്തിന് 400 രൂപ, 2 എണ്ണത്തിന് 300 രൂപ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നോക്കി. അപ്പോൾ ഈ ബെഡ്ഷീറ്റ് എനിക്ക് നല്ല ഇഷ്ടമായി. അത്രയ്ക്ക് അങ്ങോട്ട് എന്താ പറയുക, വലിയൊരു ക്വാളിറ്റി ഒന്നും പ്രതീക്ഷിച്ച് നമ്മളവിടെ നിന്നൊന്നും ഷോപ്പ് ചെയ്യരുത്. കുഴപ്പമില്ല എന്ന് തോന്നിയത് എടുക്കാം. നമുക്ക് പറഞ്ഞാൽ ഇങ്ങനെ എന്താ പറയുക, ഞാൻ അത്രയ്ക്ക് ക്വാളിറ്റി കോൺഷ്യസ് ഒന്നല്ല ഒരു കാര്യത്തിലും. ഐ മീൻ ഡ്രസ്സ്, ചെരുപ്പ് അങ്ങനത്തെ സാധനങ്ങളിലൊന്നും. എനിക്ക് ഇത്തിരി വില ചീപ്പായിട്ട് കിട്ടണം, അത്രയേ ഉള്ളൂ. കാണാൻ ഇച്ചിരി ഭംഗി വേണം, അത്രയേ ഉള്ളൂ. ക്വാളിറ്റി ബ്രാൻഡഡ് കോൺഷ്യസേ അല്ല. പിന്നെ ഞങ്ങൾ വേറൊരു കടയിൽ കയറിയിട്ട് ഇതുപോലെ ഒരു ടോപ്പ്, ഈ കിടന്ന ആ ഒരു വയലറ്റ് ടോപ്പില്ലേ, അപ്പോൾ അതൊന്നും നോക്കി. അത് വേറൊരു കടയിൽ കണ്ടപ്പോൾ ഞാൻ വില ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ എങ്ങടെ ഇവിടെ ഈ അതേ സാധനം തന്നെ കണ്ടപ്പോൾ ഞാൻ ചോദിച്ചപ്പോൾ അവിടത്തേക്കാളും 25-30 രൂപ കുറവാണ്. അപ്പോൾ എനിക്ക് തോന്നി കൊള്ളാലോ കളി, ഇതിന് ഇത്രയും ഡിഫറൻസ് വരുമല്ലോ. ഞാനങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ഞാൻ അങ്ങനെ ശ്രദ്ധിച്ച് അങ്ങനെ ചൂസ് ചെയ്യായിട്ട് വാങ്ങാറില്ല. പിന്നെ അലുവ വാങ്ങാൻ കയറിയിട്ടോ. ഗോതമ്പ് അലുവയാണ് വാങ്ങാൻ വേണ്ടി കയറിയത്. ഈ ഗോതമ്പ് അലുവ നമ്മൾ പറഞ്ഞില്ലേ, സം സ്ട്രീറ്റിലെ ഗോതമ്പ് അലുവ നല്ല ടേസ്റ്റിയാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. പക്ഷേ എനിക്കത്രയ്ക്ക് ഇഷ്ടപ്പെട്ടില്ല, എന്താണെന്നറിയില്ല. പക്ഷേ എനിക്ക് അലുവ മൊത്തത്തിൽ ഇഷ്ടമല്ല. എന്നിട്ട് ഞങ്ങൾ നേരെ അപ്പോഴേക്കും ഒരു നടുക്ക് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. അവയ്ക്ക് ഭയങ്കര ക്ഷീണമായി. അപ്പോൾ ഒരു വെള്ളം കുടിക്കാൻ കയറി. അങ്ങനെ ഞാൻ ഒരു ഓറഞ്ച് ജ്യൂസ്, ലുട്ടു വാട്ടർമെലൺ, അവർ 2 ഷേക്കാണ് കേട്ടോ പറഞ്ഞത്. സത്യം പറഞ്ഞാൽ കുടിച്ച് കഴിയുമ്പോഴേക്കും മരുഭൂമിയിലേക്ക് മഴ പെയ്ത സുഖമായിരുന്നു. അത്രമാത്രം ടയേർഡായിട്ടുണ്ടായിരുന്നു. ഈ കടകളിൽ കയറി ഇറങ്ങുക, അതുപോലെ നല്ല വെയിലത്ത് നടക്കുക, സംഭവം ഒന്നും എളുപ്പമുള്ള പണിയൊന്നുമല്ല. പക്ഷേ എൻജോയ് ചെയ്യാൻ പറ്റും, അത് ഇഷ്ടമുള്ള ആൾക്കാർക്ക്. സംഭവം എനിക്കിഷ്ടമാണ് കേട്ടോ. നല്ല വെയിൽ നമുക്ക് അധികം പറ്റില്ല. പിന്നെ ഞങ്ങൾ നേരെ, അപ്പോൾ അത്രയും വെയിലായതുകൊണ്ട് ഞാൻ അടുത്ത പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത് മനാഞ്ചിറയായിരുന്നു. പക്ഷേ അത്രയും നേരത്തെ മനാഞ്ചിറ തുറക്കില്ല എന്ന് മനസ്സിലായി. അപ്പോൾ പറഞ്ഞു നമുക്ക് എന്നാൽ ഇവിടെ ഒരു മോളുണ്ട്, അങ്ങോട്ട് പോകാമെന്ന് പറഞ്ഞു, ഗോകുലം മോളിലേക്ക്. അങ്ങനെ അങ്ങോട്ട് പോവുകയാണ് കേട്ടോ. കാരണം കുറച്ച് നേരം ഒന്ന് AC കൊള്ളാം, പിന്നെ ഒന്ന് ഒരു റിഫ്രഷ്, ഒരു കൂളാവും ചെയ്യും. ഈ വെയിലത്തുനിന്ന് ഒന്ന് മാറി നിൽക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഗോകുലം മാളിലേക്ക് പോയി. ആക്ച്വലി ഹൈലൈറ്റ് മാളിലേക്ക് പോകണമെന്നായിരുന്നു, ഞാൻ പോയിട്ടുണ്ട്. പക്ഷേ എന്താ വെച്ചാൽ അവിടുന്ന് കുറച്ച് ദൂരമാണ് നമ്മുടെ ടൗണിൽ നിന്ന്. അപ്പോൾ പിന്നെ നമ്മൾ തിരിച്ച് പിന്നെയും മനാഞ്ചിറയും ബീച്ചൊക്കെ വരുമ്പോഴേക്കും ലേറ്റ് ആവും. അപ്പോൾ അതുകൊണ്ട് ഗോകുലം മാളിലേക്ക് വന്നു. കുഴപ്പമില്ല കേട്ടോ, നല്ലൊരു സെറ്റപ്പ് തന്നെയായിരുന്നു. മോളിൽ നമ്മുടെ വലിയ ഹൈഫൈ മാൾ അങ്ങനെയല്ല, എന്നാലും ബെറ്റർ, നല്ല മോളാണ് കേട്ടോ. അങ്ങനെ ലുട്ടുവിന് ആ ഒരു ട്രെയിനിൽ കയറണം എന്ന് പറഞ്ഞു. സംഭവം ഇത് ഭയങ്കര, എല്ലാ മോളിൽ പോയാലും അവൻ ഇങ്ങനത്തെ ട്രെയിനിലോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ കയറും കേട്ടോ. അപ്പോൾ 5 റൗണ്ട് അവന് ട്രെയിനിൽ ചുറ്റിക്കാം. അപ്പോൾ ഒരു ആശ്വാസം എന്താണെന്ന് വെച്ചാൽ കുറച്ച് നേരം അവനങ്ങനെ ചുറ്റിയിരുന്നോളും, നമുക്ക് കുറച്ച് നേരം ഇരിക്കാം. സത്യം എനിക്ക് മോളിൽ പോയിട്ട് പർച്ചേസ് ചെയ്യാനൊന്നും അത്രയ്ക്ക്, സംഭവം ഭയങ്കര വിലയായിരിക്കുമല്ലോ, അതുകൊണ്ട് ഞാനിങ്ങനെ വാങ്ങാറില്ല. ഞങ്ങളെ പക്ഷേ ഒന്ന് വാഷ്റൂമിൽ പോകാനും അതങ്ങനെയൊക്കെ നല്ല സൗകര്യമാണല്ലോ. അപ്പോൾ ഞാൻ അതിലേക്ക് കയറി വാഷ്റൂമിലൊക്കെ പോയി. പിന്നെ ചുമ്മാ ഒന്ന് കറങ്ങി മോളിലെല്ലാ സ്ഥലത്തും പോയി. ഏത് മോളിൽ പോയാലും ഞാൻ മിസ് ചെയ്യാത്തൊരു സ്ഥലമാണ് ക്രോസ് വേർഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രോസ് വേർഡിൽ പോകാനായിട്ട്. ബുക്സ് നോക്കാൻ, ബുക്സ് അവിടെ ഇരുന്ന് ചെറുതായിട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും മറിച്ച് നോക്കി വായിക്കുക. പിന്നെ മെയിൻലി ബുക്സ് ഞാൻ ഭയങ്കരമായിട്ട് എനിക്കിഷ്ടമാണ് വായിക്കാനായിട്ട്. അതുപോലെ തന്നെ ക്രോസ് വേർഡ് പോയി കഴിഞ്ഞാൽ അവിടെ ബുക്സിനേക്കാളും കൂടുതൽ അവിടുത്തെ അതിന് റിലേറ്റഡ് ആയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ കാണാൻ ഭയങ്കര ഇഷ്ടം. ഞാൻ എല്ലാ ക്രോസ് വേർഡിലും വെറുതെ പോയി നോക്കും, വായിച്ചില്ലെങ്കിലും ചുമ്മാ പോയി നോക്കും. പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഇങ്ങനെ പുറത്തിരുന്നു. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ അടുത്ത ഡെസ്റ്റിനേഷനിൽ പോയി. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ ഞാൻ അടുത്ത വീഡിയോയിൽ പറയാം. ഈ വീഡിയോയിൽ പറഞ്ഞാൽ ഭയങ്കര ലോങ് ആയിപ്പോവും. അപ്പോൾ ബൈ.